ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആക്റ്റീവന്റെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എഞ്ചിൻ ഓയിൽ അതിന്റെ കൂടെ നമ്മൾ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓയിൽ ഫിൽറ്ററും കൂടെ ക്ലീൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ എഞ്ചിൻ വർക്കോ പിസ്റ്റൺ പണിയോ ഒക്കെ കഴിഞ്ഞ വണ്ടിയൊക്കെ ആണെങ്കിൽ നിർബന്ധമായാലും ഈ ഒരു ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ മറക്കാതെ. എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ 2000 കിലോമീറ്ററിൽ തന്നെ ഈ ഒരു ഓയിൽ ഫിൽറ്ററും കൂടി ക്ലീൻ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് നമ്മൾ പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു 10000 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ മാറ്റിയാൽ മതി. മാറ്റിയല്ല, ക്ലീൻ ചെയ്താൽ മതി ഓയിൽ ഫിൽറ്റർ. അതുകൊണ്ട് നമ്മൾ ഓയിൽ ഫിൽറ്ററിന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ സർക്കുലേഷൻ ബെഡിലേക്കും സിലിണ്ടറിലേക്കും നിർത്താതെ വരും. നമുക്ക് പിസ്റ്റൺ പണിയൊക്കെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഒരു വട്ടം എഞ്ചിൻ പണിയൊക്കെ എടുത്ത വണ്ടിയാണെങ്കിൽ. അതുകൊണ്ട് എഞ്ചിൻ വർക്കൊക്കെ എടുത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ നിർബന്ധമായി ഈ ഒരു ഓയിൽ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ വീണ്ടും എഞ്ചിൻ വർക്ക് വരാൻ സാധ്യതയുണ്ട്. ഓയിൽ പമ്പിങ് വരാണ്ടൊക്കെ പ്രശ്നം വരും മുന്നോട്ട്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ആ കാര്യം നോക്കുക. പിന്നെ നമ്മളെ പെട്ടെന്ന് ഈറ്റിംഗ് ഒക്കെ ആവുന്നുണ്ടോ നോക്കുക. നമ്മളെ എഞ്ചിന് ഒരു 3 കിലോമീറ്റർ ഒക്കെ ഓടിയതിന്റെ ആ ഒരു ഈറ്റ് നമ്മൾ 1 കിലോമീറ്റർ ഓടുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ടോ നോക്കുക. അതൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോ ഇത് ആറ്റി വെച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാ വണ്ടിയിലും പിന്നെ സ്കൂട്ടിയിലും ഈ ഒരു റൈസ് ലെഫ്റ്റ് സൈഡിലാണ് വരിക. നമ്മളെ ക്ലച്ച് സൈഡിൻ്റെ അടുത്താണ് വരിക ഈ ഒരു ഓയിൽ ഫിൽറ്റർ. എന്നപ്പോൾ 5G വരെ സെയിം ആണ് ഈ ഒരു ഓയിൽ ഫിൽറ്റർ വരുന്ന ഭാഗം. ഈ സൈഡിലുള്ള ക്ലച്ച് കവറിൻ്റെ ഈ ഒരു ഭാഗത്താണ് വരിക. കണ്ടില്ലേ, കേബിളിൻ്റെ ഈ ഒരു ഭാഗത്താണ് വരിക. 60ക്ക് മാത്രമാണ് മാറ്റം വരുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. നമ്മൾ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് വരുന്നത്. ഈ കേബിളിൻ്റെ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മളെ ക്ലച്ചിൻ്റെ നേരെ താഴത്താണ് വരിക. പിന്നെ ഓയിൽ ബോൾട്ട് നേരെ റൈറ്റ് സൈഡിൽ സൈലൻസറിൻ്റെ ഭാഗത്താണ് വരിക. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എഞ്ചിൻ ഓയിൽ ചോർത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ എഞ്ചിൻ ഓയിൽ കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ ചോർത്തിയതിന് ശേഷമാണ് നമ്മൾ ഒരു പിന്നെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഓയിൽ ഫിൽറ്റർ അയച്ച് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 17 mm ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ അയച്ച് ലൂസാക്കുന്നത്. 17 ഒരു ബോക്സോ റിങ്ങോ വെച്ചിട്ട് അയക്കാൻ പറ്റും. ഡബിൾ എൻഡ് ഒന്നും അയക്കിയത് അങ്ങനെ ആകുമ്പോൾ സ്ലിപ്പായി പോകും. എന്നിട്ട് നമ്മൾ ആ ഒരു ബോൾട്ട് ലൂസാക്കി ഊരിയാണ്ടല്ലേ, ലൂസാക്കിയിട്ട് തിരിച്ച് ഊരിയാൽ നമുക്ക് ഓയിൽ ബോൾട്ടും കൂടി ഊരിയാൽ നമുക്ക് ഓയിലും കൂടി ചോദിക്കുന്നുണ്ടല്ലേ. ഇത് കുറച്ചുകൂടി പോയിക്കുന്ന പറഞ്ഞ 3000 കിലോമീറ്റർ അടുത്ത് ഓടിക്കുന്ന പറഞ്ഞ കസ്റ്റമർ കൊണ്ടാണ്. പിന്നെ നമ്മൾ ആ ഒരു ഓയിലിൻ്റെ ബോൾട്ട് അയച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഓയിലിൻ്റെ കേജ് ലൂസാക്കിയിട്ട് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ എയർ കുടുങ്ങിയാൽ ഫുൾ ഓയിൽ അങ്ങോട്ട് ചോരാൻ ചെറിയ പ്രയാസം ഉണ്ടാവുകൊണ്ട് ആ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ഓയിൽ കേജിൻ്റെ പിന്നെ ടോപ്പും കൂടി ലൂസാക്കി വെക്കുക, ഊരി വെക്കണം. എന്നതിന് ശേഷം ഫുള്ളായിട്ട് ഓയിൽ കുറയുന്നുണ്ടല്ലേ, ഓയിൽ ഈ ഭാഗത്ത് വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ 17 അതേ ബോക്സാണ് വരിക. ആ ബോക്സ് ഇട്ടിട്ട് നമ്മൾ ഓയിൽ ഫിൽറ്റർ ലൂസാക്കി വരിക. അപ്പോൾ ആ റൈറ്റ് സൈഡിലാണ്, ഇത് ലെഫ്റ്റ് സൈഡിലാണ് ക്ലച്ചിൻ്റെ അടിയിൽ. എന്നിട്ട് ഒരു 17 ബോക്സ് എന്നാൽ വെക്കണം. അല്ലാണ്ട് റിങ്ങൊന്നും വെച്ചാൽ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തെടുക്കുക. ഒരു വട്ടം എഞ്ചിൻ പണിയോ പിസ്റ്റൺ പണിയൊക്കെ കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ആ ബോണ്ടും കുറച്ച് കച്ചറകളൊക്കെ ഇതിൽ വന്ന് അടിയും കണ്ടില്ല. ഇതിലെന്ന് നിങ്ങൾ കണ്ടറിയും, കണ്ടില്ലേ. അങ്ങനെ വന്ന് അടിഞ്ഞ് ബ്ലോക്കായ പിന്നെ നമ്മളൊരു ഓയിൽ സർക്കുലേഷന് നല്ലോണം പമ്പിങ് നടക്കൂല, വർക്കിങ് നടക്കൂല. അതുകൊണ്ട് വണ്ടി പെട്ടെന്ന് ഹീറ്റാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഓയിൽ പമ്പിങ് പിന്നെ കംപ്ലൈൻ്റ് ആയിട്ട് പിസ്റ്റൺ കംപ്ലൈൻ്റ് ഒക്കെ പിന്നെ വരാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചു കൊടുക്കണം. ഇത് നമ്മൾ പിസ്റ്റൺ വർക്ക് എഞ്ചിൻ വർക്കൊക്കെ കാണുന്ന വണ്ടിയാണെങ്കിൽ ജസ്റ്റ് അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോരോ ഓയിൽ 2000 കിലോമീറ്ററിലും ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നല്ലതാണ്. അല്ലാത്ത പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 10000-ലാണ് കണ്ടിന്യൂയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത്. 10000 കിലോമീറ്റർ ഓടിയിട്ടാണ് കണ്ടില്ലേ, അതിൽ ഫുള്ള് കരട് കണ്ടില്ലേ. ഈ കാര്യം ശ്രദ്ധിച്ചു കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്താൽ നമ്മളെ പോപ്പുലറായിട്ടുള്ള പമ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത് ബ്ലോക്കായ പിന്നെ പമ്പിങ് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഓയിൽ സർക്കുലേഷൻ ചെയ്യൂല മുന്നോട്ട്. അതുകൊണ്ട് അങ്ങനെ ആകുമ്പോഴാണ് ഈ പിസ്റ്റൺ വീക്ക് ഹെഡിൻ്റെ റോക്രാം ക്യാംഷാഫ്റ്റൊക്കെ വന്ന് ഹീറ്റിംഗ് ഒക്കെ കൂടും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പിന്നെ നന്നായി ക്ലീൻ ചെയ്യണം. നമ്മളന്നിപ്പോൾ എഞ്ചിൻ ഓയിൽ അങ്ങനെ ഫുള്ള് ചോരുമ്പോഴേക്കും നമുക്ക് അവർ അയച്ച് വെച്ച ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടില്ലേ, അത് നല്ലോണം പെട്രോൾ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ നെറ്റ് മോഡലായിട്ട് വരുന്നത് കണ്ടില്ല. നെറ്റ് നന്നായി ക്ലീൻ ചെയ്ത് കൊടുത്താൽ കണ്ടീഷനായി ഓയിൽ പമ്പിങ് നടക്കും. അതുകൊണ്ട് നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ട് ബ്രഷ് എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണ്ടില്ലേ, അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലേ സ്പ്രിങ്ങും അതിൻ്റെ ഒരു ബോൾട്ടും ഉണ്ട്. അപ്പോൾ ആവും അതിൻ്റെ കൂടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഓയിൽ വയ്ക്കുമ്പോൾ നല്ല പമ്പിങ്ങും നല്ല സ്മൂത്ത് വർക്കിങ്ങും ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ചെയ്തു വെക്കുക. അപ്പോൾ അഥവാ വിട്ടുപോയിക്ക് നിങ്ങൾ അടുത്ത നെക്സ്റ്റ് ഓയിൽ ചേഞ്ചിൽ നിങ്ങൾ മെക്കാനിക്കിനോട് ഒന്ന് പറഞ്ഞ് ഇത് ചെയ്യുക. ഒരുവിധം മെക്കാനിക്ക്മാരൊക്കെ ചെയ്യേണ്ടത് വിട്ടുപോയിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് ഓർപ്പിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു എൻജിൻ്റെ കണ്ടില്ലേ
നമ്മൾ അയച്ച് വെച്ച ആ ഒരു ഭാഗം കൂടിയും ഫിൽറ്ററിൻ്റെ ആ ഭാഗം ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ട് ചെരിച്ചിട്ട് ആ പെട്രോൾ പോക്കണം കേട്ടോ. ഞാൻ അങ്ങനെ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒരു വേസ്റ്റ് എടുത്തിട്ട് തുണീൻ്റെ ഒരു വേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഉപ്പിയിട്ട് വേണം പോക്കാൻ കേട്ടോ. വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവുന്നപ്പോൾ നമ്മൾ ഓയിലൊക്കെ സൈഡിൽ ചേരിച്ചിട്ട് വേണം ഫുള്ള് ഒഴിവാക്കിയതിന് ശേഷം വേണം ഈ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇടാണ്ടില്ലേ. വേസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കാണ്ടില്ലേ. ചെറിയൊരു വേസ്റ്റ് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കണ്ടില്ല അതിൻ്റെ കൂടാണ് പമ്പിങ് പോകുക അതിൻ്റെ ഉള്ളിലോട്ട് ഓയിൽ പമ്പ്. ഇതേ ഒരു കംപ്ലയിൻറ്റ് വരും കേട്ടോ. നമ്മളെ ഓയിൽ പമ്പ് കംപ്ലയിൻ്റ് ആയാലും ഇങ്ങനത്തെ പിസ്റ്റണും റോക്കറാമൊക്കെ പോകാൻ സാധ്യത ഉണ്ടാവും. ഒക്കെ ചെക്ക് ചെയ്യണം. ഇതും റെഡി ആയിട്ട് അങ്ങനത്തെ എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. അതിനുശേഷം നമ്മൾ അനാബോണ്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ലീക്കൊന്നും വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗമ്മ് പോലത്താണ്. അതിന് ശേഷം നമ്മൾ കണ്ടില്ലേ ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്ത് നല്ലോണം അയച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് അയച്ചപ്പോൾ എന്നാൽ റീസെറ്റ് ചെയ്യണ്ടില്ലേ. അത് സിമ്പിളാണ്. ഒരു കണ്ടില്ലേ ഒരു ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു സ്പ്രിങ്ങും ഇതും ഫസ്റ്റ് ടൈമിൽ വെച്ചെടുക്കുന്നതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് നമ്മളൊരു ആ ഒരു ബോൾട്ട് വരിക. നമ്മൾ പേസ്റ്റ് തേച്ച് ആ ഒരു ബോൾട്ട് അതിൻ്റെ പുറത്ത് വരിക. അപ്പം വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ബോൾട്ട് വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ കൈയോണൊന്ന് തിരിച്ച് ടൈറ്റായി കൊടുക്കുക. ത്രെഡൊക്കെ ക്രോസിന് കയറിയാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ച് നമ്മൾ പ്രസ് ചെയ്തിട്ട് കൈയോണൊന്ന് റൈറ്റോട് തിരിച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ അങ്ങോട്ട് ഉള്ളിൽ കയറി പോകും. എന്നിട്ട് ശേഷം നമ്മൾ ആ ഒരു അയച്ചൊരു ബോക്സ് റാഡും വെച്ചെന്ന് ടൈറ്റായി കൊടുക്കുക. നമ്മൾ ഓവർ ടൈറ്റ് ആക്കിയതൊരു മീഡിയനിലോ ടൈറ്റ് ആക്കാൻ പറ്റും. ടൈറ്റ് ആക്കിയ ശേഷമാണ് നമുക്ക് അടുത്ത എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസിനായിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ പിന്നെ ബോക്സ് വെച്ചിട്ട് നല്ലതുപോലെ ടൈറ്റ് ആക്കി കൊടുക്കാണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ മാറ്റാണ് ചെയ്യേണ്ടത്. എഞ്ചിൻ ഓയിലിൻ്റെ ആ ഒരു ബോൾട്ടൊക്കെ ഒഴിവാക്കിക്കുന്ന നമ്മൾ ബോൾട്ടൊക്കെ ക്ലീൻ ചെയ്ത് എഞ്ചിൻ ഓയിൽ ഒഴിവാക്കിയെന്ന് പറഞ്ഞാണ്. ആ ഒരു ബോൾട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് അവിടെ ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ മണ്ണോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ടൈറ്റാക്കുമ്പോൾ അതിൽ കുടുങ്ങിയിട്ട് ചെറിയ ഇതൊക്കെ വരാൻ സാധ്യത. അതിനെ കൊണ്ടാണ് നല്ല വൃത്തി പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അനാബോണ്ടിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഓയിൽ ബോൾട്ട് അങ്ങോട്ട് തിരിച്ച് ടൈറ്റാക്കാൻ. നമ്മൾ അയച്ചത് 15 ബോക്സ് റാഡൊന്ന് വെച്ച് ടൈറ്റാക്കി കൊടുക്കാണ്ടില്ലേ. കുറച്ച് പേസ്റ്റ് ഇടുന്നത് നല്ലതാണ്. ചെറിയ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അടിഞ്ഞു പോകും വരില്ല. അങ്ങോട്ട് ഇതിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതേ മോഡൽ 15 ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ച് ടൈറ്റായി കൊടുക്കാണ്ടില്ല. എന്നപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ ഒഴിക്കാണ് വേണ്ടി. എന്നിപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയിട്ട് സൈഡോട്ടാക്കി വെച്ചാൽ നമുക്ക് നല്ലതുപോലെ എഞ്ചിൻ ഓയിൽ ഒഴിക്കുക. നമ്മൾ എഞ്ചിൻ ഓയിൽ ഏതോ ഒഴിക്കുന്നത് വെച്ചാൽ വീഡോളിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ ആക്റ്റീവയിൽ 800 ml ആണ് ഓയിൽ വരിക. കണ്ടില്ലേ വീഡോളിൻ്റെ ഓയിൽ 380 രൂപയാണ് ഈ റേറ്റ് വരുന്നത്. അതുകൊണ്ട് 10W30 ആണ് ഓയിൽ വരിക. അതുകൊണ്ട് 800 ml ആണ് വരിക. പിന്നെ നമ്മൾ വീഡോളിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നുണ്ടല്ലേ. സ്കൂട്ടറിന് നമ്മൾ ഇരിക്കാനായിട്ടുള്ള ഓയിലാണ്. പിന്നെ നമ്മൾ ചോർപ്പ് വെച്ചിട്ട് ആണ് നമ്മൾ ഒഴിക്കുന്നത്. കണ്ടില്ലേ ദൂരിയിട്ട് കറക്റ്റ് 800 എന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൽ കുറേയും കൂടും ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വർക്കിംഗ് കിട്ടണമെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് അളവൊന്നും തെറ്റി പോകാണ്ട് ഒഴിക്കുക. അങ്ങനെ നമ്മൾ ഫുൾ ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു സൈഡോട്ട് ഒന്ന് തട്ടിപ്പോകാണ്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക. സൈഡ് സ്റ്റാൻഡ് ആക്കി വെച്ചാൽ നമ്മൾ നല്ലപോലെ ഒഴിക്കാനാവും. ഒരു സൈഡോട്ട് ചെരിഞ്ഞെടുത്തിയാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഓയിൽ കേജിൻ്റെ ഒരു ഓയിൽ കേജിൻ്റെ ഒരു ടോപ്പ് ടൈറ്റാക്കി കൊടുക്കുക. നമ്മൾ ഉരി വെച്ച് ടൈറ്റാക്കിയ ശേഷം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടാക്കി വെക്കാം. അത് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കുക. അല്ലെ നല്ല ചെറിയ ലൂസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലൂസാക്കി ഓയിൽ പുറത്ത് ചാടാൻ സാധ്യത ഉണ്ടാകുന്നപ്പോൾ ചെറുങ്ങനെ പ്ലെയർ ഇട്ട് ടൈറ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം. ഇത്രേ ഉള്ളൂ. അന്നിപ്പോൾ ഈ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ചേഞ്ച് ചെയ്ത് ഓയിൽ മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം.